ഗുഡ് മോർണിംഗ്. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ രാവിലെ തന്നെ എണീറ്റു. വേദയെ സ്കൂളിലെല്ലാം വിട്ട ശേഷം ഇപ്പോഴാണൊന്ന് മുടിയെല്ലാം അഴിച്ച് കെട്ടാനുള്ള സമയം കിട്ടിയത്. രാവിലെ എണീറ്റപ്പോൾ കുറച്ചൊന്ന് ലേറ്റായി. വേദയ്ക്കൊന്ന് ചോറൊന്നും കൊടുത്തു വിട്ടില്ല, ചപ്പാത്തിയാണ് കൊടുത്തു വിട്ടത്. ചപ്പാത്തി ന്യൂട്ടെല്ലാം കൊടുത്തു വിട്ടു കേട്ടോ. കറി പോലും ഉണ്ടാക്കിയില്ല. ഇനി വേണം കറിയെല്ലാം ഉണ്ടാക്കാനായിട്ട്. അപ്പം ഞാൻ കരുതി ഒരു വീഡിയോ അങ്ങ് എടുത്തേക്കാന്ന് കരുതി. ഏട്ടൻ ബാക്ക്ഗ്രൗണ്ടിൽ കൂടെ ഓടിക്കളിച്ചൊക്കെ നടക്കുന്നുണ്ട് കേട്ടോ. ഏട്ടൻ അറിഞ്ഞില്ലാന്ന് തോന്നുന്നു ഞാൻ വീഡിയോ എടുക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇനി ചപ്പാത്തിക്ക് കറി ഉണ്ടാക്കണം. കറി ഉണ്ടാക്കുന്നതിന് മുന്നേ ഞാൻ കരുതി ഒന്ന് സ്കിൻ കെയർ ചെയ്തിട്ട് പോകാമെന്ന് കരുതി. രാവിലെ എണീറ്റിട്ട് സ്കിൻ കെയർ ഒന്നും ചെയ്തില്ല. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഞാൻ എന്ത് ഉപയോഗിച്ചാണ് സ്കിൻ കെയർ ചെയ്യുന്നത്, എന്താണ് ഏതാണെന്നൊക്കെ ഉള്ളത്. ഓഫ് കോഴ്സ് ക്യൂർ സ്കിൻ പ്രോഡക്റ്റ് വെച്ചിട്ടാണ് നമ്മുടെ സ്കിൻ കെയർ ചെയ്യുന്നത്. ഞാൻ ഒരുപാട് നാളായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രോഡക്റ്റാണ് ക്യൂർ സ്കിൻ എന്ന് പറയുന്നത്. ഇതിൽ ഒരുപാട് ബെനിഫിറ്റ്സ് ഉണ്ട്. അതിലേറ്റവും നമ്പർ 1 എന്ന് പറഞ്ഞാൽ നമ്മളൊരു ഡെർമറ്റോളജിസ്റ്റിനെ കാണുകയാണെങ്കിൽ ഒരുപാട് പൈസയൊക്കെ കൊടുത്തായിരിക്കും നമ്മൾ അവരെ കൺസൾട്ട് ചെയ്യുന്നത്. പക്ഷേ ഈ ക്യൂർ സ്കിന്നിൻ്റെ ആപ്പിൽ നമ്മൾ ഡൗൺലോഡ് ചെയ്ത് കയറുകയാണെങ്കിൽ അവർ നമ്മുടെ ട്രീറ്റ്മെൻറ്റ് കഴിയും വരെ നമുക്ക് ഫ്രീ ആയിട്ടാണ് അവർ കൺസൾട്ട് ചെയ്യുന്നത്. നമ്മുടെ സ്കിന്നിനും ഹെയറിനും ഒക്കെ ഗ്ലോ ചെയ്യുന്ന കുറേ ടിപ്സുകൾ പറഞ്ഞു തരും. ഫോർ എക്സാമ്പിൾ, എത്ര വെള്ളം ഒരു ദിവസം നമ്മൾ കൺസ്യൂം ചെയ്യണം, അതുപോലെ നമ്മുടെ സ്കിന്നും ഹെയറും ഒക്കെ ഹെൽത്തി ആയിട്ടിരിക്കാൻ എന്തൊക്കെ ഫുഡ് നമ്മൾ കഴിക്കുമ്പോൾ ആഡ് ചെയ്യണം എന്നൊക്കെ ഉള്ളതെല്ലാം ഈ ഫ്രീ കൺസൾട്ടേഷനൊപ്പം നമുക്ക് പറഞ്ഞു തരുന്നതായിരിക്കും. അതുപോലെ തന്നെ ഈ ഒരു പ്രോഡക്റ്റ് വാങ്ങിയാൽ നമുക്ക് ഒരു 3 മാസം വരേക്കും നമുക്ക് അത് ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. അതുകൊണ്ടൊരു വർത്ത് പർച്ചേസിങ്ങും തന്നെയാണ് നമ്മുടെ ക്യൂർ സ്കിൻ പർച്ചേസ് ചെയ്യാമെന്ന് പറയുന്നത്. എന്തായാലും ക്യൂർ സ്കിൻ ആപ്പിൻ്റെ ലിങ്ക് എല്ലാം ഞാൻ താഴെ മെൻഷൻ ചെയ്തേക്കാം. അതുപോലെ ഒരു കൂപ്പൺ കോഡ് കൂടി ഉണ്ട്. കോഡ് ആഡ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്കൊരു എക്സ്ട്രാ 100 ഓഫായിട്ട് കിട്ടുന്നതായിരിക്കും കേട്ടോ. എല്ലാം ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ മെൻഷൻ ചെയ്തേക്കാവേ. അങ്ങനെ നമ്മുടെ സ്കിൻ കെയർ എല്ലാം കഴിഞ്ഞ ശേഷം ചപ്പാത്തിക്ക് കറിയെല്ലാം ഉണ്ടാക്കി, ഉച്ചയ്ക്ക് ഊണിന് കറിയെല്ലാം വെച്ചു. അതെല്ലാം കഴിഞ്ഞ് കേട്ടോ. വൈകുന്നേരമായി. ഞാൻ ഷൂസൊക്കെ എടുത്ത് കയറ്റിക്കൊണ്ടിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരു ചെറിയൊരു വീഡിയോ ഷൂട്ടുണ്ട്. അതിന് വേണ്ടിയിട്ടാണ് ഇട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോഴാണ് ഞാൻ ഓർത്തത്, അയ്യോ നാളത്തേക്ക് ഞാൻ വീഡിയോ ഷൂട്ട് ചെയ്തില്ലല്ലോ, രാവിലെ അത് അത്രയും ഷൂട്ട് ചെയ്തതാണല്ലോ, പിന്നെ ഞാൻ ഒന്നും ഷൂട്ട് ചെയ്തില്ലല്ലോ എന്നോ ആലോചിക്കുന്നത് കേട്ടോ. അങ്ങനെ വേദയോട് പറഞ്ഞ് എടുക്കടി വീഡിയോ എന്ന് പറഞ്ഞിട്ട് വേദ എടുക്കുന്നതാണ് വീഡിയോ. വേദ എന്നോട് എന്തിനോ ദേഷ്യപ്പെട്ടിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ ഞാനും വേദയോട് ദേഷ്യപ്പെട്ടൊക്കെ ഇരിക്കുകയാണ്. എന്താ സംഭവം, പഠിക്കാൻ എന്തോ പറഞ്ഞാനാന്ന് തോന്നുന്നു. നാളെ സാറ്റർഡേ അല്ലേ, അതുകൊണ്ട് കളിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കറങ്ങി നടക്കുകയാണ്. അങ്ങനെ ആ ഒരു വീഡിയോ ഷൂട്ടെല്ലാം കഴിഞ്ഞ ശേഷം വാഷിംഗ് മെഷീനിൽ തുണി കിടപ്പുണ്ടായിരുന്നു. അതെടുത്ത് വിരിക്കാനായിട്ട് പോവുകയാണ്. ശരിക്കും പറഞ്ഞാൽ അതിന് വന്നതല്ല. ഇവിടെ ഇപ്പോൾ എനിക്കൊരു വലിയൊരു തലവേദന എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ നേരത്തെ കോൺക്രീറ്റ് ചെയ്തില്ലേ, അതിൻ്റെ മുകളിലുള്ള മുളക് തൈ എല്ലാം കൂടി കൊണ്ടുവച്ച് ചട്ടി പറക്കി മുകളിൽ വെച്ച് കേട്ടോ. അതിലൊക്കെ വെള്ളം ഒഴിക്കാനായിട്ട് ഇറങ്ങണം. ഇവിടെ ഇറങ്ങാൻ വലിയ പാടാണ്. അത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇതിൻ്റെ മുകളിൽ ഇറങ്ങി വെള്ളം ഒഴിക്കണം. ഇവിടെ പൈപ്പില്ല. താഴെ നിന്നുള്ള പൈപ്പ് എടുത്ത് മുകളിൽ ആരെങ്കിലുമൊക്കെ ഹെൽപ്പ് ഉണ്ടെങ്കിൽ മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ മുകളിലേക്ക് കയറിയതാണ്. അപ്പോഴാണ് അയ്യോ വാഷിംഗ് മെഷീൻ ഇട്ടിരിക്കുകയായിരുന്നല്ലോ, അത് വാഷിംഗ് മെഷീൻ അടിച്ച് കഴിഞ്ഞല്ലോ, ഇനി ഇത് വിരിക്കണമല്ലോ എന്ന് പറഞ്ഞിട്ട് ഇതും പറക്കി പിടിച്ച് മുകളിലേക്ക് പോവുകയാണേ. സാധാരണ ഈ ഡ്യൂട്ടി ഏട്ടനാണുള്ളത്. ഇപ്പോൾ ഏട്ടൻ ഇല്ലാത്തതുകൊണ്ട് ഞാൻ ചെയ്യുകയാണ്. ഒരുപാട് പേര് ചോദിച്ചു ഏട്ടൻ ഇപ്പോൾ വർക്ക് ചെയ്യുന്നില്ല എന്നില്ല. ഇപ്പോൾ ഏട്ടൻ വർക്ക് ചെയ്യുന്നില്ല. ഗൗരീശങ്കരൻ കഴിഞ്ഞു, അതിനുശേഷം ഏട്ടൻ വർക്കൊന്നും ചെയ്യുന്നില്ല. അതുപോലെ എല്ലാ വീഡിയോസിന് താഴെ മിക്കവാറും കമൻറ്റ് വരുന്നുണ്ട്, ആ കൂജയിൽ പൈപ്പ് എവിടെ നിന്ന് വാങ്ങി വെച്ചു എന്നൊക്കെ ചോദിച്ചിട്ട്. ഞങ്ങൾ വാങ്ങി വെച്ചതല്ല, അത് വാങ്ങിയപ്പോഴേ അതിൻ്റെ കൂട്ടത്തുണ്ടായിരുന്ന സാധനമാണ്, അഡീഷണലായിട്ട് ചെയ്തതല്ല കേട്ടോ. എപ്പോഴും കമൻറ്റ് ഉണ്ടാവും, അതുകൊണ്ടാണ് ഞാനിപ്പോൾ പറഞ്ഞത്. ഇപ്പോഴാണ് ഓർമ്മിച്ചത്, അതുകൊണ്ടാണ് ഒന്ന് പറഞ്ഞത്. ഞാനപ്പോൾ തുണി എടുത്തുകൊണ്ട് നിന്നപ്പോൾ വേദ പതിയെ മുകളിലേക്ക് കയറി. വേദ വീഡിയോ എടുക്കുക കേട്ടോ. ഞാനിപ്പോൾ എഡിറ്റ് ചെയ്യാൻ എടുത്തപ്പോഴാണ് വേദ ഇങ്ങനെയൊക്കെ ഷൂട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ പിന്നെ അതവിടെ കിടക്കട്ടെ എന്ന് കരുതി. ബാക്ക്ഗ്രൗണ്ട് ഫുൾ അണ്ടർ ഗാർമെൻറ്റ്സ് ആണ്. ഒന്ന് ക്ഷമിക്കുക, ഞാൻ സത്യമായിട്ട് അറിഞ്ഞില്ല കേട്ടോ. ഇതെന്നോ നനച്ചിട്ട തുണികളാണ് കേട്ടോ. ഇപ്പോൾ ഞാൻ തുണി വിരിക്കാനായിട്ട് കയറി വന്നപ്പോഴാണ് കണ്ടത്. ഇത് വേദ എടുത്ത വീഡിയോ ആണ്. പിന്നെ അണ്ടർ ഗാർമെൻറ്റ്സ് ഒക്കെ എല്ലാവരും ഇടുന്നതാണല്ലോ, അതുകൊണ്ട് കുഴപ്പമില്ല. ഞാൻ പറയാം കുഴപ്പമില്ല, കിടന്നോട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ തുണി വിരിക്കാനായിട്ട് വന്നപ്പോഴാണ് എന്നോ വിരിച്ചിട്ട തുണികൾ മറന്നുപോയി, അതെടുത്തിട്ടില്ല. ഇനി അത് ഞാൻ എടുക്കണം, അത് മടക്കി വെക്കണം. ദൈവമേ, ആലോചിക്കുമ്പോൾ ദേഷ്യം വരുന്നുണ്ട് കേട്ടോ. സത്യം എനിക്ക് ഒന്നിനും വയ്യ. മടി. സത്യമായിട്ട് ഞാൻ ഫോണിന് ഭയങ്കര അഡിക്റ്റ് ആണെന്ന് തോന്നുന്നു കേട്ടോ. 24 hours ഫോണ്. ഈവൻ കിച്ചണിൽ നിന്നാലും എടുത്തിട്ട് പെട്ടെന്ന് ഓടിച്ചെന്ന് ഫോണിൽ ഏതെങ്കിലും വന്നോ എന്നൊക്കെ പറഞ്ഞിട്ട് ഫോണിൽ നോക്കും കേട്ടോ. ഫോൺ. ഇന്നലെ ഞാൻ കരുതി ദൈവമേ ഇത് കുറച്ചെങ്കിലും മാറ്റിയില്ല എങ്കിൽ എനിക്ക് തന്നെയാണ് ബുദ്ധിമുട്ട്. വേദ വീഡിയോ എടുക്കാണ് കേട്ടോ. അപ്പോൾ ബാക്കിൽ ഫുൾ പേരൊക്കെ കിടക്കുകയാണ്. അമ്മ എന്ന് വേദ പറയുന്നുണ്ട്. ഞാൻ പറയാം കുഴപ്പമില്ലടാ എന്ന് പറഞ്ഞു. എന്നിട്ട് ഞാൻ അതിനെല്ലാം മാറ്റിയിട്ടാണ് അടുത്ത് സാധനങ്ങളെല്ലാം എടുക്കുന്നത് കേട്ടോ. നമ്മളെല്ലാവരും ഉപയോഗിക്കുന്ന കാര്യങ്ങളല്ലേ, ഉപയോഗിച്ചത് ഉണങ്ങാനായിട്ട് ഇടുന്നതല്ലേ, അതിലിപ്പോൾ നാണക്കേട് വിചാരിക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ അല്ലേ. അങ്ങനെ തുണികളെല്ലാം ഇനി ഇതിനെല്ലാം താഴെ കൊണ്ടിട്ട ശേഷം ഇതിനെ മടക്കി വെച്ച ശേഷം വേണം അടുത്ത സ്റ്റെപ്പ് വിരിക്കാനായിട്ട്. അത് കഴിഞ്ഞ് ചെടിക്ക് വെള്ളം ഒഴിക്കണം. എനിക്ക് വയ്യാന്ന് പറഞ്ഞാൽ വയ്യ പറഞ്ഞില്ലേ. ഏട്ടൻ വീട്ടിലുണ്ടെങ്കിൽ ഇത് ഏട്ടൻ്റെ ഡ്യൂട്ടിയാണ്. തുണി എടുത്തുകൊണ്ട് വരിക,
തുണി വിരിക്കുക, അശയിൽ വിരിക്കുക. ഈ 2 കാര്യങ്ങളും ഏട്ടൻ്റെ ഡ്യൂട്ടിയാണ്. എനിക്ക് സ്റ്റെപ്പ് കയറുന്ന കാര്യം ആലോചിക്കുമ്പോഴേ ദേഷ്യം കേട്ടോ. എന്താണോ ഇങ്ങനെ മടി പിടിച്ചാൽ എൻ്റെ ജീവിതം മുന്നോട്ട് ഇനി എങ്ങനെ പോകുമെന്ന് എനിക്ക് അറിയത്തില്ല കേട്ടോ. ഞാനിന്ന് രാവിലെ കുളിച്ചുകൊണ്ടിരുന്നപ്പോൾ, കാരണം ഇന്ന് കുളിക്കാനായിട്ട് കുറച്ച് ലേറ്റായി, 12:30 മണിയായി. അപ്പം ഞാനിങ്ങനെ മനസ്സിൽ കരുതി, ആൻഡ്രോയിഡ് കുഞ്ഞപ്പനിലൊരു കുഞ്ഞപ്പനെ പോലെ ഒരു കുഞ്ഞപ്പനെ കിട്ടിയിരുന്നെങ്കിൽ രക്ഷപ്പെട്ടു. എല്ലാ ജോലിയും ചെയ്താന്, വീഡിയോ എടുക്കലും എഡിറ്റിങ്ങും വീട്ടിലെ ജോലിയും ഒക്കെ കുഞ്ഞപ്പൻ ചെയ്താന്. സത്യം ഞാൻ മനസ്സിൽ ആഗ്രഹിച്ചു പോയിട്ടോ. പക്ഷേ ഞാനൊരു കുഞ്ഞു റോബോട്ടിനെ വാങ്ങിക്കും. 2 ദിവസത്തിനുള്ളിൽ ഞാനത് കാണിക്കാവേ. ഞാനും ഒരു കുഞ്ഞു റോബോട്ടിനെ വാങ്ങും. ഞാൻ എന്താ വാങ്ങുന്നതെന്ന് ഗസ് ചെയ്യാവോ? എനിക്ക് ആ പ്രോഡക്റ്റ് നാളെ കിട്ടും കേട്ടോ. മറ്റന്നാളോ അതിൻ്റെ നാളെയോ മറ്റന്നാളാവത്തില്ല, മൺഡേ ഞാൻ അതിൻ്റെ വീഡിയോ ഇടാവേ. എന്ത് പ്രോഡക്റ്റ് ആണെന്നുള്ളത് നിങ്ങൾ ഗസ് ചെയ്ത് പറയേ. അത് പക്ഷേ ഒരു കുഞ്ഞു റോബോട്ട് കേട്ടോ. ചെറിയ ഒരു കാര്യം മാത്രമേ ചെയ്യത്തുള്ളൂ, 1-2 കാര്യം മാത്രമേ ചെയ്യത്തുള്ളൂ. പക്ഷേ എനിക്ക് ആവശ്യം ഫുൾ ജോലിയും ചെയ്യുന്നൊരു റോബോട്ടിനെയാണ്. ഞാനിങ്ങനെ വെറുതെ ഇരിക്കണം, അങ്ങനെ ഒരു റോബോട്ടിനെയാണ് എനിക്ക് ആവശ്യം. പക്ഷേ ഞാനീ വാങ്ങുന്ന സാധനം എൻ്റെ ജോലിയിൽ ഒരു 80% എന്നെ ഹെൽപ്പ് ചെയ്യും എന്നാണ്, എനിക്കൊരു സമാധാനം തരും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. എനിക്ക് ഏറ്റവും പാടുള്ള ഒരു ജോലി ചെയ്യാനായിട്ടാണ് ഞാൻ എൻ്റെ റോബോട്ടിനെ വാങ്ങുന്നത്. മനസ്സിലായോ ഫ്രണ്ട്സ്? എന്തായാലും 2 ദിവസത്തിനുള്ളിൽ ആ സാധനം, ആ റോബോട്ട് എന്താണെന്നുള്ളത് ഞാൻ പറയാവേ. കുറേ നാൾ മുന്നേ അത് വാങ്ങണമെന്ന് കരുതിയതാണ്. പക്ഷെ അത് എങ്ങനെയാണ് വർക്ക് ആവുന്നത്, മീൻസ് പെട്ടെന്ന് ചീത്തയാവുമോ എങ്ങനെയാണെന്നൊന്നും അറിയത്തില്ല. അപ്പം നമ്മുടെ ഒരു റിലേറ്റീവ്, അതായത് പ്രകാശേട്ടൻ്റെ ചേച്ചിയുടെ വീട്ടിലെ സാധനമുണ്ട്. അപ്പോൾ അവരത് വാങ്ങി, അതെങ്ങനെയാണ് എൻ്റെ റിവ്യൂ ഒന്ന് നോക്കിയിട്ട് വാങ്ങാൻ കരുതി. ഇപ്പോൾ ചേച്ചി വാങ്ങിയിട്ടൊരു 1-2 വർഷം ആവും. അവരുടെ വീട് ഹൗസ് വാമിങ് കഴിഞ്ഞ ഉടനെ വാങ്ങിയതാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു 2 വർഷം ആവും. ഇപ്പോഴും അത് ചീത്താവാണ്ടിരിക്കണു എന്നുള്ളൊരു റിവ്യൂ കിട്ടി. അപ്പോൾ പിന്നെ ഞാൻ കരുതി ഞാനും എന്തായാലും വാങ്ങാം. അത്രയും കാശ് കൊടുത്ത് വാങ്ങിയിട്ട് ആ സാധനം പിന്നെ നമുക്ക് വർക്കായില്ലെങ്കിൽ 2 ദിവസം കഴിഞ്ഞ് ചീത്തയായി പോകണമെങ്കിൽ അതിന് ഒരു ഉപയോഗമില്ലാതാവില്ലേ. അതുകൊണ്ടാണ് നോക്കട്ടെ, വേണ്ടാന്ന് വെച്ചിട്ടില്ലായിരുന്നു, നോക്കട്ടെ പതിയെ വാങ്ങാമെന്ന് എഴുതിയത്. ഇപ്പോൾ എന്തായാലും അതിനുള്ള സമയമായി. അങ്ങനെ ഞാൻ ഫ്രീ ആവാൻ പോകണം. ആകെ കൂടി ചെയ്യുന്ന ജോലികളിലൊന്നാണ് അതൊക്കെ, ദേഹം അനങ്ങി ചെയ്യുന്നത്. ഇനി അതുകൂടെ ഇല്ലാതാവും. എന്തെല്ലാം കാണണം അല്ലേ ദൈവമേ. ടീമേ അത് കേട്ടപ്പോൾ അതാ പറഞ്ഞത്, ആകെ കൂടി മേലനങ്ങി ചെയ്യുന്ന ഒരു ജോലിയാണ്. ഇനി അതിനെ വാങ്ങിയിട്ട് അതും ചെയ്യാണ്ടാവണോ? എന്തെങ്കിലും ഒന്ന് ശരീരം അനക്ക് എന്ന് അവളിങ്ങനെ പറയുന്നുണ്ടായിരുന്നു. സത്യമായിട്ടുള്ള കാര്യമാണ്. പക്ഷേ എനിക്കൊന്നിനും വയ്യ, എനിക്ക് സമയം കിട്ടുന്നില്ല, അതാണ് സത്യം. ഫോൺ കാണാൻ എനിക്ക് സമയം കിട്ടുന്നില്ല. ഫോൺ കാണാനല്ല കേട്ടോ, വീഡിയോ എടുക്കലും എഡിറ്റിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട്, വീട്ടിലെ കാര്യങ്ങളൊക്കെ ആകുമ്പോൾ, വേദ പഠിപ്പിക്കുന്നതും ഒക്കെ ആകുമ്പോൾ എനിക്ക് സമയം കിട്ടുന്നില്ല, അതാണ് പ്രശ്നം. അപ്പോൾ എന്താണെന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. 2 ദിവസത്തിനുള്ളിൽ അതെന്താണെന്ന് പറയാം കേട്ടോ. ഇനി വേദതേ ചെടിക്ക് വെള്ളം ഒഴിക്കാനായിട്ട് ഇറങ്ങുകയാണ്. ചെടിക്കല്ല, മുളക് തൈക്ക് വെള്ളം ഒഴിക്കാനായിട്ട് ഇറങ്ങുകയാണ്. ഇങ്ങനെ ഇറങ്ങാനേ പറ്റത്തുള്ളൂ കേട്ടോ, അവിടെ സ്റ്റെപ്പോ കാര്യങ്ങളോ ഒന്നുമില്ല. അപ്പോൾ ഞാൻ നമ്മുടെ ഷാജേട്ടനെ കൊണ്ടുപോയിട്ട് സ്റ്റെപ്പ് ചെയ്യിക്കണമെന്ന് കരുതിയതാണ്. പക്ഷേ ഷാജേട്ടന് നമുക്ക് കൈ കിട്ടാനില്ല, അതുകൊണ്ട് സ്റ്റെപ്പ് ചെയ്യാതെ അങ്ങനെ പെൻഡിങ് ആയിട്ട് കിടക്കുകയാണ്. ഉടനെ തന്നെ ഞാൻ അവിടെ ചെയ്യിക്കും. അപ്പോൾ ഇത് ഫുഡ് വേസ്റ്റ് ആണ്. ഞാനിപ്പോൾ കരുതിയ മുളക് തൈക്ക് ഇട്ട് കൊടുക്കാമെന്ന് കരുതി. അപ്പോഴേക്കും ഫുഡ് വേസ്റ്റ് ഇട്ട് കൊടുത്തത് അവിടെ പെരിച്ചാഴി എന്തോ ഉണ്ട് കേട്ടോ. അതെല്ലാം കുത്തിക്കളച്ച് എൻ്റെ മുളക് തൈ വാടിപ്പട്ട് നിൽക്കുന്നുണ്ട്. അതിലിട്ട് കൊടുത്ത വേസ്റ്റിനെല്ലാം കുത്തി കളച്ചിട്ടിരിക്കുന്നു. അപ്പോൾ ഞാൻ വേദയോട് പറഞ്ഞു, നീ ഫുഡ് വേസ്റ്റ് കളയണ്ട, ഇനി എടുക്കുമെന്ന് പറഞ്ഞു. ഫുൾ ഒരു കാന്താരി തൈ നിന്നു കേട്ടോ, അത് ഫുൾ പോയിരിക്കുകയാണ്. അതാ ഇട്ട് കൊടുത്ത വേസ്റ്റിനെ കുത്തി കളച്ചത് കൊണ്ട് പോയതാവാം, അതിൻ്റെ വേറെ എന്തെങ്കിലും അനങ്ങിയിട്ട് പോയതാവാം എന്ന് തോന്നുന്നു. അതുകൊണ്ട് ഞാൻ പറഞ്ഞു വേസ്റ്റ് ഇടണ്ട, ഇനി എടുക്കുമെന്ന് പറഞ്ഞിട്ട് വേസ്റ്റിന് ഞാൻ അല്ലാതെ ബിന്ന് വാങ്ങിയിട്ട് അതിൽ ചകിരിച്ചോറെല്ലാം ഇട്ട് അങ്ങനെയാണ് വേസ്റ്റ് എടുക്കുന്നത്. നമുക്ക് അത് ആകുമ്പോൾ കുറച്ച് വളമായിട്ട് കിട്ടും. നമുക്ക് അധികം വേസ്റ്റ് വരുന്നില്ലല്ലോ, ഞാനും വേദയേട്ടനും മാത്രമേ ഉള്ളൂ, എന്നും ഉണ്ടാവത്തില്ല. അപ്പോൾ അതുകൊണ്ട് അധികം വേസ്റ്റ് ഒന്നും ഇല്ലാത്തത് കൊണ്ടാണ് ആ ഒരു സെറ്റപ്പിൽ പോകുന്നത്. എന്നിട്ട് വെള്ളം ഒഴിക്കാൻ ഞാൻ വേദയോട് പറഞ്ഞു, നീ അകത്ത് കയറി, ഞാൻ വെള്ളം ഒഴിക്കാനായിട്ട് ഇറങ്ങാം. താഴെ ചെന്നിന് ആരെങ്കിലും പൈപ്പ് തുറന്ന് ആ ഓസിനെ എടുത്ത് മുകളിലേക്കൊക്കെ ഇട്ടാൽ നമുക്ക് ചെടിക്ക് വെള്ളം ഒഴിക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ വേദ പറ്റില്ല, ഞാൻ ഇവിടെ വേദ തന്നെ കേട്ടോ, സ്ഥിരം വെള്ളം ഒഴിക്കുന്ന വേദയാണ്. വേദ ഇല്ലെങ്കിൽ മാത്രമാണ് ഞാൻ ഒഴിക്കുന്നത്. പക്ഷെ 2 പേരുണ്ടെങ്കിലും ഒഴിക്കാൻ പറ്റത്തുള്ളൂ. ഒരാൾ താഴെ നിന്ന് പൈപ്പ് തുറന്നു കൊടുക്കണം, ഒരാൾ മുകളിൽ കയറി ഇറങ്ങണം. അപ്പോൾ വേദ പോയ സമയത്ത് ഞാനിങ്ങനെ ഇറങ്ങുകയാണ്. ഞാൻ പറഞ്ഞു, എനിക്ക് ഇറങ്ങി ആ മുളവിൽ 2-3 മുളവൊക്കെ നിൽപ്പുണ്ട്, അതെല്ലാം ഇങ്ങനെ പറിച്ചെടുക്കണം എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ഇറങ്ങുന്നത്. അപ്പോൾ വേദയ്ക്ക് അറിയാത്തതുകൊണ്ട് ഞാൻ പോയി അതിനെ എടുക്കാമെന്ന് പറഞ്ഞിട്ട് വേദയെ പറഞ്ഞു വിട്ടു പൈപ്പ് തുറക്കാനായിട്ട്. വേദയ്ക്ക് ഭയങ്കര ഇഷ്ടം അവിടെ ഇറങ്ങി വെള്ളമെല്ലാം ഒഴിക്കാനായിട്ട്. അങ്ങനെ കുറച്ച് മുളക്, 2-3 മുളക് നിന്നു. ഈ നമ്മുടെ ഉടങ്കല്ലി മുളകും പിന്നെ ഒരു പച്ചമുളക്, അത് വേസ്റ്റിൽ നിന്ന് എന്തോ നിന്ന് പൊടിച്ചതാട്ടോ. ആ കാന്താരി വാടി നിന്നതിൽ പഴുത്ത് നിന്ന് 2-3 കാന്താരി എടുത്ത് വേദയ്ക്ക് കൊടുത്തിട്ടാൻ പറഞ്ഞു, അത് കൊണ്ടുവച്ചിട്ട് പൈപ്പ് തുറക്കാൻ പറഞ്ഞു. അങ്ങനെ വേദ താഴെ ചെന്ന് പൈപ്പെല്ലാം തുറന്ന് നിന്നിട്ട് അവൾ അതേപോലെ ചാടി മുകളിൽ വന്നു കേട്ടോ. എന്നിട്ട് അവൾ തന്നെയാണ് ബാക്കി വെള്ളം ഒഴിച്ചത്. ഞാനങ്ങ് താഴെ ഇറങ്ങി പോയായിരുന്നു. ഇങ്ങനെ ഈ ഒരു സെറ്റപ്പിൽ നമുക്കിവിടെ വെള്ളം ഒഴിക്കാൻ പറ്റത്തുള്ളൂ. ഇനി ഒരു പ്ലംബറെല്ലാം വിളിച്ചിട്ട് അവിടെ ഒരു പൈപ്പെല്ലാം വച്ചാലേ ഒക്കത്തുള്ളൂ.
പൈപ്പും വെച്ച് ഒരു സ്റ്റെപ്പും വെക്കുകയാണെങ്കിൽ ഓക്കെ ആവും കേട്ടോ. കണ്ടോ, ഫുൾ എലിയോ എന്തോ പെരിച്ചാഴിയോ എന്തോ സാധനം ഫുൾ കുത്തി കളച്ച് അവിടെ ഫുൾ നാശാക്കിയിട്ടൊക്കെയാണ്. ഇനി നാളെ വേണം സ്കൂളെല്ലാം കൊണ്ട് അടിച്ച് വാരി എടുക്കാനായിട്ട്. ഇതിപ്പോൾ മുകളിൽ കയറിയപ്പോഴാണ് കണ്ടത്. ഇനി താഴെ ഇറങ്ങിപ്പോയി വീണ്ടും ചൂലെടുത്ത് വേദയോട് പറഞ്ഞാൽ വേദയ്ക്ക് ദേഷ്യം വരും. ഇല്ല കേട്ടോ, വേദ ചെയ്തൊക്കെ തരും. പിന്നെ വേദ കയറി വന്നു. വേദയാണ് വെള്ളം ഒഴിക്കുന്നത്. അപ്പോഴേക്കും ഞാനങ്ങ് താഴെ ഇറങ്ങിപ്പോയി കേട്ടോ. ഒരു ചീരയൊക്കെ പൊടിച്ച് നിൽപ്പുണ്ട്. ഇതെന്നോ കൊണ്ടിട്ടതാണ്. ഞാൻ പിന്നെ അതിൽ വെള്ളമൊന്നും ഒഴിച്ചില്ല. ഞങ്ങളിപ്പോൾ നോർത്തിൽ പോയപ്പോൾ ചീമ വന്ന് വെള്ളം ഒഴിക്കുമായിരുന്നു കേട്ടോ. അപ്പോൾ ചീമ എല്ലാ ചട്ടിയിലും ചെടി ഉള്ളതിലും ഇല്ലാത്തതിലൊക്കെ ഒഴിച്ചു കൊടുത്തു. അങ്ങനെ വെള്ളം ഒഴിച്ചപ്പോൾ ആ ചീര പൊടിച്ചു വന്നു. ഇപ്പോൾ ഞങ്ങളും അതിലൊഴിച്ചു കൊടുക്കുക കേട്ടോ. മുളകെല്ലാം പോയി, ഒന്നുമില്ല കേട്ടോ. അങ്ങനെ ചെടിക്കെല്ലാം വെള്ളം ഒഴിച്ച് കഴിഞ്ഞ ശേഷം ഇനി അടുത്ത പരിപാടി എന്ന് പറയുന്നത് മുകളിൽ നിന്ന് എടുത്തിട്ട് വന്ന ഡ്രസ്സ് മടക്കി വെക്കുക എന്നുള്ളതാണ്. പക്ഷേ ഭാഗ്യത്തിന് എൻ്റെ വേദക്കുട്ടി പറഞ്ഞു, അമ്മ പോയിക്കോ, ഞാൻ മടക്കി വെച്ച് തരാം. നിങ്ങളുടെ ഡ്രസ്സെല്ലാം അവളുടെ ഡ്രസ്സ് അവളുടെ റൂമിലും നമ്മുടെ ഡ്രസ്സ് നമ്മുടെ റൂമിലും, നിങ്ങളുടെ ഡ്രസ്സ് ഞാൻ അവിടെ മടക്കി വെച്ചോളാം എന്ന് പറഞ്ഞു. അങ്ങനെ വേദ ഡ്രസ്സെല്ലാം മടക്കി വെച്ചു. അങ്ങനെ ആ ജോലി ഇല്ലാതായതിൻ്റെ സന്തോഷത്തിലാണ് ഞാൻ. അപ്പോൾ ഇന്നത്തെ വിശേഷം ഇത്രയേ ഉള്ളൂ. പുതിയൊരു വീഡിയോ ആയിട്ട് ഉടനെ കാണാം. അതുപോലെ തന്നെ ക്യൂസ്കിൻ ആപ്പിൻ്റെ ലിങ്കും കൂപ്പൺ കോഡും എല്ലാം താഴെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ മെൻഷൻ ചെയ്തേക്കാം. ആവശ്യമുള്ളവർക്ക് അത് പോയി എടുക്കാവുന്നതാണ്. ടാറ്റാ.